കഴിഞ്ഞ ദിവസം ഒരു വമ്പൻ സ്ഫോടന പരമ്പര ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി 3 ബസ്സുകളാണ് ഇസ്രായേലിൽ സ്ഫോടനത്തിൽ തകർന്നത്. ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണ്ടും ഇസ്രായേൽ ഒന്നുകൂടെ നടുങ്ങിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. നെതന്യാഹു അടിയന്തര യോഗം വിളിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മധ്യ ഇസ്രായേലി നഗരമായ ബെറ്റ് യാമിലാണ് വ്യാഴാഴ്ച വൈകുന്നേരം 3 ബസ്സുകൾ ഒന്നിനു പിറകെ ഒന്നായി പൊട്ടിത്തെറിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പോരാത്തതിന് ഈ ആക്രമണത്തിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ഭീകരാക്രമണമാണ് നടന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അടിയന്തര യോഗമാണ് വിളിച്ചത്. നമുക്കറിയാം, ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ, ഇസ്രായേലും ലെബനനും തമ്മിലുള്ള യുദ്ധത്തിൽ സമാധാന ചർച്ചകൾ നടന്ന് വെടിനിർത്തൽ കരാർ വരെ ആയ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് ഇസ്രായേൽ സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ഇസ്രായേലിൽ വീണ്ടും ഒരു സ്ഫോടന പരമ്പര ഉണ്ടായിരിക്കുന്നു. വലിയൊരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. ആ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത് സ്ഫോടനം നടന്ന ശേഷം. എന്നാൽ ആളപായം ഇല്ല എന്ന് ഇസ്രായേൽ പറയുമ്പോഴും മറ്റു പല മാധ്യമങ്ങളും ആളപായം ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്, ഇസ്രായേൽ അത് മറച്ചു വെക്കുന്നതാണ് എന്നും പറയുന്നു. എന്തായാലും പ്രധാനമന്ത്രി നെതന്യാഹു ഉടൻ തന്നെ പ്രതിരോധ മന്ത്രി, സൈനിക മേധാവി ഷിൻ ബെറ്റ്, പോലീസ് കമ്മീഷണർമാർ എന്നിവരുമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ചയും അടിയന്തര യോഗവും നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ബെറ്റ് യാമിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ബസ്സുകളിലെ സ്ഫോടനങ്ങളെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്, ഇസ്രായേലിന്റെ പോലീസ് പ്രസ്താവനയിൽ പറയുന്നത്. എന്തായാലും നെതന്യാഹു ഇപ്പോൾ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു. വ്യാഴാഴ്ച ടെൽ അവീവിൽ നിരവധി ബസ്സുകളിൽ ഉണ്ടായ സ്ഫോടനങ്ങളെ തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടികൾ ആരംഭിക്കാനാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നും നോക്കണ്ട, സൈനിക നടപടി തന്നെയാണ് ഇതിന് മറുമരുന്ന് എന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ അമേരിക്ക അടക്കം വലിയ ഞെട്ടലിലാണ്. വലിയ തോതിലുള്ള ആക്രമണ ശ്രമമാണ് ഇവിടെ നടന്നതെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ബസ്, ട്രെയിൻ സർവീസുകളെല്ലാം തന്നെ ഇസ്രായേലിൽ നിർത്തിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നു. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഇസ്രായേലി ജനതയ്ക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഫോടനം നടക്കുമ്പോൾ ഡിപ്പോ പാർക്കിംഗ് സ്ഥലത്ത് ബസ്സുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ആക്രമണത്തിന് ശേഷം സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനായി രാജ്യത്തെ എല്ലാ ബസ്, ട്രെയിൻ സർവീസുകളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ മുക്കും മൂലയും അരിച്ചു പറക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമിച്ചു തുടങ്ങാനാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. സൈന്യം തയ്യാറായി കഴിഞ്ഞു. ഏത് നിമിഷവും വെസ്റ്റ് ബാങ്കിലേക്ക് വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായേക്കാമെന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ലെബനിലെ ഹിസ്ബുള്ളയോ ഫലസ്തീനിലെ ഹമാസോ അല്ലെങ്കിൽ ഹൂത്തി വിമതരോ ഒന്നും തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫലസ്തീനിലെ ഹമാസ് തന്നെയാണ് നടത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലാണ്. കാരണം ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന് തന്നെയാണ് കൃത്യമായി നെതന്യാഹു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ ഇങ്ങോട്ട് കയറി ആക്രമിച്ചിരിക്കുന്ന സ്ഥിതിക്ക് വലിയൊരു തിരിച്ചടിക്കാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. സൈന്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.